OnePlus നോടുന്ന ഈ ഫോണിന്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ പോരായ്മകൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഇതിന്റെ ഗുണങ്ങളായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ഒരു ഫുൾ റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നേരെ വീഡിയോയിൽ. ഹായ്, അപ്പോൾ OnePlus നോടുന്ന ഫോണിന്റെ ഫുൾ റിവ്യൂ ആണ്. ഇതിന്റെ ഗുണങ്ങളായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ആദ്യം പറയാം. പോരായ്മകളായിട്ട് തോന്നിയ കാര്യങ്ങൾ രണ്ടാമത്തെ സെക്ഷനിലും പറയാം. ഗുണങ്ങളുടെ കാര്യത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ഫോണിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫോൺ അൺബോക്സ് ചെയ്ത ആദ്യ സമയത്ത് തന്നെ പറയുന്നത് ഒരു നല്ല ഇൻഹാൻഡ് ഫീൽ ഉണ്ടാവും. അത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. നല്ല ഇൻഹാൻഡ് ഫീൽ. നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു വലിയ ഇത്രയും 6.44 വരുന്ന ഒരു വലിയ ഡിസ്പ്ലേ ഉള്ള ഒരു വലിയ ഫോണാണ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. 184 ഗ്രാം വെയിറ്റ് ഉണ്ട്. അതൊരു ഓവർ വെയിറ്റ് ഒന്നും അല്ല. എങ്കിൽ പോലും ആ ഒരു വെയിറ്റ് തന്നെ നമുക്ക് ഇതിനകത്തൊരു വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. വെൽ ബാലൻസ്ഡ് ആണ് വെയിറ്റ്. അപ്പോൾ നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ വളരെ ഒരു ലൈറ്റ് വെയിറ്റ് ആയ ഒരു ഫോൺ പിടിക്കുന്ന ഒരു ഫീൽ തന്നെ നമുക്ക് ഇതിനകത്ത് വരുവുള്ളൂ. സോ നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ഉള്ള ഒരു ഫോണാണ്. അതേപോലെ തന്നെ 8.2 mm ആണ് തിക്നെസ്സോ വലിയൊരു തിക്കായ ബൾക്കി ആയ ഒരു ഫോണായിട്ട് നമുക്കിത് ഫീൽ ചെയ്യുന്നില്ല. വളരെ നല്ലൊരു ഡിസൈനാണ് ഈ ഫോണിനുള്ളത്. ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ 90 Hz റീഫ്രഷ് റേറ്റ് ഉള്ള ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ്. നല്ല സൺലൈറ്റ് വിസിബിലിറ്റി ഉണ്ട് കേട്ടോ. ആദ്യം തന്നെ അത് പറയാം. നല്ലൊരു നമ്മൾ മറ്റു ചില ഫോണുകളായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയപ്പോഴും നല്ല ബ്രൈറ്റ് ആയ ഡിസ്പ്ലേ ആണ്, ഈവൻ ഡയറക്റ്റ് സൺലൈറ്റിൽ പോലും. അപ്പോൾ നല്ല ബ്രൈറ്റ്നസ്സും കാര്യങ്ങളുണ്ട്. ഓട്ടോ ബ്രൈറ്റ്നസ്സിൽ വലിയ ഇഷ്യൂ ഒന്നും കണ്ടില്ല. നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ മാനുവൽ ബ്രൈറ്റ്നസ്സോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. രണ്ടായാലും നല്ല നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഡിസ്പ്ലേ 90 Hz റീഫ്രഷ് റേറ്റ് കൂടി ചേരുമ്പോൾ നല്ല സ്മൂത്തായ, നല്ല ബ്രൈറ്റ് ഉള്ള, നല്ല രീതിയിൽ ഓട്ടോ ബ്രൈറ്റ്നസ് ഒക്കെ വർക്ക് ചെയ്യുന്ന നല്ലൊരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഡിസ്പ്ലേക്കകത്ത് നോർമലി ഇഷ്യൂസ് ഇല്ല. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ്റെ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു സൈഡിലൊരു വോളിയം വൈബ്രേഷൻ മോഡ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു സ്ലൈഡ് ബട്ടൺ നിങ്ങൾക്ക് കാണാം. ഈ ഒരു സംഗതിയും വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. വളരെ നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് എപ്പോഴെങ്കിലും പെട്ടെന്ന് സൈലന്റ് ആകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഫോൺ സൈലന്റ് ആക്കാം. അതേപോലെ തന്നെ തിരിച്ച് ജനറൽ മോഡിലേക്ക് വെക്കാം. അത് ഈ ഫോണിൻ്റെ ഒരു നല്ല അട്രാക്റ്റീവ് ആയ ഘടകമായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. ഇനി ഇതിൻ്റെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ ഐഡിയും ഫേസ് അൺലോക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിവിടെ കാണുന്ന പോലെ തന്നെ വളരെ നൈസായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസറിനോ ഫേസ് അൺലോക്കിനോ ഇല്ല. വളരെ ഫാസ്റ്റ് ആൻഡ് സെക്യൂർ ആയിട്ട് നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സെക്യൂർ എന്ന് പറയുമ്പോൾ ഫിംഗർ പ്രിന്റ് സെൻസർ നമുക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടിയും ഫേസ് അൺലോക്ക് നമുക്ക് കൺവീനിയൻസിന് വേണ്ടി യൂസ് ചെയ്യാം. രണ്ടും വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഇതിൻ്റെ കോള് സൗണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കോളിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. നൈസായിട്ട് കോൾ ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഷാമിയുടെ MI A3 ഒക്കെ റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഇയർ പീസ് ക്വാളിറ്റി ആണെന്ന്. ആ ഒരു ഇയർ പീസ് ക്വാളിറ്റി ഇതിനകത്തില്ല. പക്ഷേ ഇത് നോർമലായിട്ട് നമ്മൾ എല്ലാ ഫോണുകളിലും കാണുന്ന ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൗഡ്നെസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു ഔട്ട്സ്റ്റാൻഡിങ് ക്വാളിറ്റി എന്ന് പറയാനുള്ള ആ ഒരു ലെവൽ ക്വാളിറ്റി ഇല്ലെന്നേ ഉള്ളൂ. ബട്ട് ഓവറോൾ നല്ല ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ ഇയർ പീസിനുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ലൗഡ് സ്പീക്കറും സഫീഷ്യൻ്റ്ലി ലൗഡാണ്. വലിയ ഇഷ്യൂ നമ്മൾ സിനിമ കാണുമ്പോഴായാലും പാട്ട് കേൾക്കുമ്പോഴായാലും കോൾ ചെയ്യുമ്പോൾ തന്നെ ലൗഡ് സ്പീക്കർ ഉപയോഗിച്ചാലും സഫീഷ്യൻ്റ് ആയ ലൗഡ്നെസ് ഇതിൻ്റെ മെയിൻ സ്പീക്കറും നമുക്ക് തരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കറൊന്നും വരുന്നില്ല. ഉള്ള സ്പീക്കർ അത്യാവശ്യം നല്ല ലൗഡും ക്വാളിറ്റിയുമുള്ള ഒരു സ്പീക്കർ തന്നെയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ കോൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രോക്സിമിറ്റി സെൻസർ പോലുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയും യാതൊരുവിധ ഇഷ്യൂസും വരുന്നില്ല. ഇനി ഇതിൻ്റെ ഓവറോൾ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇത് സ്നാപ്ഡ്രാഗൺ 765G എന്ന പ്രോസറുമായിട്ട് വരുന്ന ഒരു ഫോണാണ്. ഓക്സിജൻ OS ആണ് ഇതിനകത്തുള്ളത്. ഓവറോൾ നല്ല ലൈറ്റ് വെയിറ്റ് ആയ വളരെ നല്ലൊരു OS ആണത്. അതിൻ്റെ ഒപ്പം തന്നെ Android 10 ബേസ്ഡ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൽ LPDDR4X RAM, UFS 2.1 സ്റ്റോറേജും കാര്യങ്ങളൊക്കെയാണ്. ഒരു മിഡ് റേഞ്ച് ഫോണുകളൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ്. ഒപ്പം തന്നെ 765Gയുടെ പെർഫോമൻസും കൂടി ചേരുമ്പോൾ 8GB RAM 128GB സ്റ്റോറേജിൻ്റെയും കൂടി ഡിവൈസാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ ഇതിൻ്റെ പെർഫോമൻസിനകത്ത് യാതൊരുവിധ ഇഷ്യൂസും ഇല്ല. ഒരു നല്ല പെർഫോമൻസ് തരുന്ന ഒരു ഡിവൈസാണ്. ഗെയിമിൻ്റെ കാര്യത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ PUBG ഒക്കെ സ്മൂത്ത് അൾട്രാ വരെയാണ് നമുക്ക് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് വളരെ നന്നായിട്ട് ഗെയിം കളിക്കാൻ സാധിക്കുന്നുണ്ട്. വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഗെയിമിംഗ് റിവ്യൂ ഓൾറെഡി ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ്, ഗെയിം പ്ലേയുടെ സ്ക്രീൻ റെക്കോർഡിംഗ് ബ്രാൻഡ് ഗെയിമിംഗ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. രണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ രണ്ടും കണ്ടു നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ തീരുമാനിക്കാൻ സാധിക്കും. പിന്നെ ഈ ഗെയിം കളിക്കുമ്പോൾ ഹീറ്റിംഗ് വരുന്നുള്ളത് ഒരു ചെറിയ ചോദ്യമായിരിക്കും. ഓവർ ഹീറ്റിംഗ് ഒന്നും ഈ ഫോണില്ല. ഞാൻ അഗ്രസീവായിട്ട് ഗെയിം കളിച്ച് നോക്കി മണിക്കൂർ കണക്കിന് ഒരു വലിയ ഓവർ ഹീറ്റിംഗ് ഒന്നും വരുന്നതായിട്ട് തോന്നിയില്ല. ബട്ട് ഇപ്പോഴത്തെ അന്തരീക്ഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഒരു ഹീറ്റിംഗ് ഒന്നും ഇല്ല. ഒരു മഴക്കാലമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് ആയ ഒരു അന്തരീക്ഷം ഇല്ല. എങ്കിൽ പോലും ഇതിനകത്ത് ഓവർ ഹീറ്റിംഗിൻ്റെ യാതൊരു ഇഷ്യൂ നമുക്ക് ഇതുവരെയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഗെയിം റിവ്യൂ കണ്ടു നോക്കുക. ഞാൻ 1 hour ഗെയിം കളിക്കുന്നുണ്ട്. അതിന് ശേഷമുള്ള ഹീറ്റ് ലെവലൊക്കെ അവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓവർ ഹീറ്റിംഗ് ഒന്നും ഇല്ലാത്ത അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കാൻ, നോർമൽ ഗെയിമേഴ്സിന് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു ഫോണാണ് OnePlus നോഡ്. ഇനി ഇതിൻ്റെ ബാറ്ററി നോക്കിക്കഴിഞ്ഞാൽ 4115 mAh ബാറ്ററിയാണ്. ഒരു ദിവസം നമുക്ക് സുഖമായിട്ട് കിട്ടും. നോർമൽ യൂസർ ആണെങ്കിൽ ഒരു ദിവസത്തിൽ കൂടുതലും കിട്ടും. ബട്ട് നിങ്ങൾ ഗെയിം കളിക്കുന്ന, ക്യാമറയൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതൽ ഫാസ്റ്റ് ആയ ഒരു ബാറ്ററി ഡ്രെയിന് സാധ്യതയുണ്ട്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിന് താഴെയുള്ള ഫോണുകൾ നമ്മൾ നോക്കിയാൽ
ഒരു മണിക്കൂറൊക്കെ ക്യാമറ റൺ ചെയ്യുന്ന ടെസ്റ്റുകൾ നമ്മൾ നടത്തിയിട്ടുള്ളപ്പോൾ നമുക്കൊരു 15-16% ബാറ്ററിക്കാണ് നോർമലി ഡ്രെയിൻ ആവാറ്. ബട്ട് ഈ ഒരു ഫോണിനകത്ത് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ 22% ബാറ്ററി ഡ്രെയിൻ ആയി. എന്ന് വെച്ചാൽ ക്യാമറ നിങ്ങൾ അഗ്രസീവായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ലൊരു ബാറ്ററി ലൈഫ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നോർമൽ യൂസർക്ക് ഒരു 1-1.5 ദിവസം വരെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ദിവസം കഷ്ടിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. ഫാസ്റ്റ് ചാർജിങ് നോക്കിയാൽ 1 മണിക്കൂർ 1.25 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഈ ഫോൺ ഈസി ആയിട്ട് അതിൻ്റെ ചാർജർ ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്തെടുക്കാം. മറ്റുള്ള ഫാസ്റ്റ് ചാർജറുകളും ഇതിനകത്ത് നോർമലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വലിയ ഇഷ്യൂ ഇല്ലാതെ അതൊക്കെ വർക്ക് ചെയ്യും. അപ്പോൾ ആ ഒരു ചാർജിങ് സ്പീഡ് നമുക്ക് അതിൻ്റെ മാക്സിമം സെറ്റപ്പിൽ കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഒപ്പമുള്ള ചാർജർ തന്നെ ഉപയോഗിക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഒരു 1.25 മണിക്കൂർ കൊണ്ടൊക്കെ ഈസി ആയിട്ട് ഫുൾ ചാർജ് ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫും നമുക്ക് ഈ ഒരു ഫോണിനകത്ത് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ഇമേജുകളെല്ലാം നല്ല ക്വാളിറ്റിയാണ്. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോഴും നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓൾറെഡി ക്യാമറ റിവ്യൂ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടു നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു വൈഡ് ആംഗിൾ ഷോട്ടൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം, സൈഡ് ബൈ സൈഡ് കാണാം വൈഡ് ആംഗിൾ. ഇതിനകത്ത് നോർമൽ ആംഗിളിൽ നിന്ന് വൈഡ് ആംഗിലേക്ക് വരുമ്പോൾ ഒരു നല്ല ഏരിയ കവർ ചെയ്യുന്നുണ്ട്. ഓവറോൾ ഒരു നല്ല ക്വാളിറ്റിയും തരകടില്ലാത്തൊരു ക്വാളിറ്റിയും കിട്ടുന്നുണ്ട്. അതുപോലെ സ്റ്റെബിലൈസേഷനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കണ്ടു നോക്കാം. വളരെ സ്റ്റെബിലൈസ്ഡ് ആയ വീഡിയോ തന്നെയാണ്, ഇഷ്യൂസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. അതേപോലെ മാക്രോ ഷോട്ടുകളിലേക്ക് നോക്കിയാലും വലിയ പ്രോബ്ലംസും ഇല്ലാത്ത നല്ല മാക്രോ ഷോട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ ഓൺ സ്ക്രീനിൽ കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയുടെ ജനറലായിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം. ക്യാമറ സാമ്പിളുകൾ കൂടുതൽ വേണമെന്നുള്ളവർ ക്യാമറ റിവ്യൂ കണ്ടു നോക്കുക, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എൻ്റെ ഒരു ജനറൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു OnePlus നോഡ് എടുക്കാൻ മുമ്പ് OnePlus 88 Pro ആ ഫോണുകളിലെ അതേ സെൻസറാണ് നമുക്ക് ഇതിനകത്ത് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫോണിനകത്ത് ഇരിക്കുന്ന സെൻസർ ഇതിനകത്ത് ഇരിക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റി കിട്ടണ്ടേ, അല്ലെങ്കിൽ കിട്ടും എന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കറക്ഷൻ പറയാനുള്ളത്, അതിനകത്ത് സ്നാപ്ഡ്രാഗൺ 865 എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസറാണ് ഇരിക്കുന്നത്. അത് പ്രോസസ് ചെയ്യുന്ന അത്രയും പവറിൽ ഈ 765 പ്രോസസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ നല്ല ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. സെൻസർ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, നല്ല രീതിയിലുള്ള സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഒക്കെ ഒരേപോലെ കൂടി ചേരുമ്പോഴാണ് ഒരു നല്ല ഔട്ട്പുട്ട് ഉണ്ടാവുന്നത്. സോ ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ബട്ട് നോഡിൻ്റെ ആ ഒരു പ്രൈസ് റേഞ്ചിലെ ഫോൺ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു ഓക്കെ എന്ന് പറയാവുന്ന നല്ല ക്വാളിറ്റി ഇമേജുകൾ തന്നെയാണ് ഓവറോൾ കിട്ടുന്നത്. പിന്നെ ഇവിടെ മേജർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ക്യാമറയുടെ ഭാഗത്തിൽ ലോ ലൈറ്റ് പെർഫോമൻസ് വളരെ മോശമാണെന്നുള്ളൊരു അഭിപ്രായം പൊതുവെ കേൾക്കുന്നുണ്ടായിരുന്നു. നമ്മളത് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റു ചില ഫോണുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന ഒരു ഇത്തിരി കുറവ് തന്നെയാണ്. ഒരു പക്ഷേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ഇത് ഫിക്സ് ചെയ്യപ്പെട്ടേക്കാം. റീസെൻ്റായ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷമുള്ള കുറച്ച് സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. വലിയ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ഇത് നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റി മതിയോ അതോ കുറേ കൂടി ബെറ്ററായ ഓപ്ഷൻസ് നോക്കേണ്ടി വരുമോ എന്നുള്ള കാര്യം. അപ്പോൾ കണ്ട് തന്നെ തീരുമാനിക്കുക. കുറച്ച് സാമ്പിളുകൾ ഞാനിവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഇവിടെ എടുത്ത് പറയാനുള്ളത്, ലോ ലൈറ്റിലായാലും ഡേ ലൈറ്റിലായാലും നമുക്ക് ആ പറയുന്ന OnePlus 88 Proയുടെ ഒന്നും പെർഫോമൻസ് ഇവിടെ എക്സ്പെക്ട് ചെയ്യരുത്. കാരണം പ്രോസസ്സറിൻ്റെ ഡിഫറൻസ് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ലോ ലൈറ്റ് പെർഫോമൻസ് കുറേയൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. മേ ബി വരുന്ന ദിവസങ്ങളിലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ കുറേ കൂടി ഇമ്പ്രൂവ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ലോ ലൈറ്റ് പെർഫോമൻസും OnePlusനോട് നിങ്ങൾക്ക് തന്നേക്കാം. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഓവറോൾ ഒപ്പീനിയൻ. ഓവറോൾ നല്ല ക്യാമറ തന്നെയാണ്. ലോ ലൈറ്റിൽ കൂടുതലായിട്ട് ചിന്തിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ക്യാമറ റിവ്യൂസ് നല്ലോണം കണ്ടു നോക്കിയിട്ട് വേണമെങ്കിൽ ബെറ്റർ ഓപ്ഷൻസ് നോക്കാം. പിന്നെ ഇതിനകത്ത് ഡെപ്ത് സെൻസറും മാക്രോ സെൻസറൊക്കെ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ സുഹൃത്തുക്കളെ കമൻറ്റ് ചെയ്യുന്നത് കണ്ടു. ഇത്തരം സംഭവങ്ങൾ നമുക്കറിയാം, Pixel 4a പോലുള്ള ഫോണിൽ ഒറ്റ ക്യാമറ വെച്ചുകൊണ്ടാണ് മിക്കവാറും ഇതൊക്കെ ചെയ്യുന്നത്. അതായത് സോഫ്റ്റ്വെയർ സൈഡിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവർ എക്സ്ട്രാ ഡെഡിക്കേറ്റഡ് ക്യാമറ കൊടുത്തിരിക്കുന്നത്. പല ഫോണിൽ ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട്. ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുമില്ല. സംഭവം ശരിയായിരിക്കാം, ബട്ട് എന്തായാലും അതൊരു ഗിമിക്ക് ഫീച്ചറായിട്ട് ഞാൻ വിലയിരുത്തുന്നു. അതായത് ഒരു മെയിൻ ക്യാമറയും ഒരു വൈഡ് ആംഗിൾ ക്യാമറ ഉണ്ടെങ്കിൽ സഫീഷ്യൻ്റ് ആണ്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒരു എക്സ്ട്രാ ഫീച്ചർ, ഒരു ഗിമിക്ക് ഫീച്ചറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഞാനതൊരു നെഗറ്റീവായിട്ട് ഇവിടെ എടുത്ത് പറയുന്നില്ല എന്ന് മാത്രം. പിന്നെ നമ്മളിനി 1-2 പ്രധാനപ്പെട്ട ഫീച്ചറുകൾ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കാറുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് OTG സപ്പോർട്ട് ചെയ്യും. അതിൻ്റെ ഓപ്ഷൻ എനേബിൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് OTG കേബിൾ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ക്യാമറ ടു API അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് Amazon, Netflixൽ നിന്നൊക്കെ വീഡിയോകൾ HD തന്നെ സ്ട്രീം ചെയ്ത് കാണാൻ സാധിക്കും. പിന്നെ ഈ ഡിവൈസ് Gorilla Glass 5 കൊണ്ട് പ്രൊട്ടക്ട് ചെയ്തുള്ള ഡിവൈസാണ്. അതുകൊണ്ട് Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ NFC പോലുള്ള ഫീച്ചറുകളൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. വൈഫൈ കോളിംഗ് പോലുള്ള സംഗതികളും അവൈലബിൾ ആണ്. 5G നമുക്ക് 2 സിമ്മിലും അല്ല, ഒരു സിമ്മിലാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഡുവൽ 5G അല്ല, ഒരു സിമ്മിലാണ് 5G നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. മേ ബി അപ്ഡേറ്റിലൂടെ ഭാവിയിൽ ഇത് 2 സിമ്മിലും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിയേക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇല്ല, പക്ഷേ ആംബിയൻ ഡിസ്പ്ലേ ഉണ്ട്. ആംബിയൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പോലെ എല്ലാ സമയത്തും ഓൺ ആയിരിക്കില്ല. പകരം നമ്മൾ ഫോൺ ഇങ്ങനെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ ഒരു അനക്കം ഉണ്ടാവില്ല, ഫുൾ ബ്ലാക്ക് സ്ക്രീൻ ആയിരിക്കും. ഫോൺ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഡിസ്പ്ലേയിൽ ടൈമും ക്ലോക്കും ഒക്കെ തെളിഞ്ഞു വരും. ആ ഒരു ചെറിയ മൊമെന്റിലേക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ആ രീതിയിലുള്ള ഒരു ആംബിയൻ ഡിസ്പ്ലേ സെറ്റിംഗ്സ് ഇതിനകത്തുണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഡെഡിക്കേറ്റഡ് ആയ ഫീച്ചർ ഇതിൻ്റെ OxygenOS 11 വരുമ്പോൾ അതിനകത്ത് വരും. ബീറ്റ വെർഷനിൽ ആ ഒരു ഫീച്ചർ കാണുന്നതായിട്ട് പറയുന്നുണ്ട്. സോ OxygenOS 11 വരുമ്പോൾ ഈ അപ്ഡേറ്റ് ഈ ഫോണുകളിലേക്കൊക്കെ വരുമ്പോൾ ഇതിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഫീച്ചറും നമുക്ക് അവൈലബിൾ ആവും.
അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്ലസ് പോയിന്റുകളും അതേപോലെ തന്നെ കുറച്ചധികം ഫീച്ചേഴ്സും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ എല്ലാം കൊണ്ട് OnePlus Nord ഒരു നല്ല ഫോണായിട്ട് തന്നെ നമുക്ക് വിലയിരുത്താം. ഇനി ഇതിൻ്റെ നെഗറ്റീവ് സൈഡിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ മേജറായിട്ടും 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഇല്ല എന്നുള്ളതൊരു വലിയ ഇഷ്യൂ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്കാക്കാം. കാരണം ഞാൻ അതിൽ പെട്ടുപോയ ഒരാളാണ്. ഓൾറെഡി ഇതിൻ്റെ അഡാപ്റ്റർ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് പെട്ടുപോയത്, വേറൊന്നുമല്ല. ഇതിൽ നമുക്ക് 3.5mm ഹെഡ്ഫോൺ ജാക്കില്ല. സോ നിങ്ങളുടെ കയ്യിലുള്ള നോർമൽ 3.5mm ഹെഡ്ഫോൺ ജാക്കുള്ള ഇയർഫോണുകൾ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇതിനകത്തൊരു അഡാപ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് മതിയായിരുന്നു. പക്ഷേ അവരിതിൻ്റെ ഇപ്പോൾ അഡാപ്റ്ററോ ഡോങ്കിളൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഹെഡ്ഫോൺ കണക്ട് ചെയ്യാൻ നോർമലി സാധ്യമല്ല. നമ്മൾ എക്സ്ട്രാ ഒരു ഡോങ്കിൾ വാങ്ങിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ അഡാപ്റ്റർ വാങ്ങിക്കേണ്ടി വരും. ലോക്കൽ ഷോപ്പുകളിൽ ഞാൻ സെർച്ച് ചെയ്തു. കാരണം ഒരു അർജൻറ്റ് എന്ന നിലയ്ക്ക് ഞാൻ പെട്ടെന്ന് ലോക്കൽ ഷോപ്പുകളിൽ സെർച്ച് ചെയ്തപ്പോൾ നല്ല ക്വാളിറ്റി ഐറ്റംസ് കിട്ടിയില്ല. ഞാൻ കണക്ഷൻ നോക്കി പറഞ്ഞ് എടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ട് തന്നെ വീട്ടിൽ വന്ന് ഇയർഫോൺ വെച്ച് നമ്മൾ ഗെയിം കളിക്കാൻ ശ്രമിച്ചപ്പോൾ സ്റ്റീരിയോ റോങ് സൈഡിലായി പോയി. അതായത് ലെഫ്റ്റിൽ നിന്നുള്ളത് റൈറ്റിൽ നിന്ന് കേൾക്കുന്നു, റൈറ്റിൽ നിന്നുള്ളത് ലെഫ്റ്റിൽ നിന്ന് കേൾക്കുന്നു, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ്. സോ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് കിട്ടുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. OnePlus അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഡോങ്കിൾ തന്നിരുന്നുവെങ്കിൽ കുറേ കൂടി നന്നായേനെ. പക്ഷേ ആ ഒരു കാര്യം അവർ ചെയ്തിട്ടില്ല. OnePlusൻ്റെ സൈറ്റിലാണെങ്കിൽ 1000 രൂപയുടെ മുകളിലാണ് ഈ ഒരു ഡോങ്കിളിൻ്റെ പ്രൈസ് പറയുന്നത്. ഓൺലൈനിൽ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടാനുണ്ട്. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് നല്ല ക്വാളിറ്റിയാണെന്ന് ഉറപ്പിച്ചിട്ട് മാത്രം വാങ്ങിക്കുക. അതുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അതില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഹെഡ്ഫോൺ ജാക്ക് ഓപ്ഷൻ ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു നെഗറ്റീവായിട്ടാണ് അറ്റ്ലീസ്റ്റ് ഓൺ ഈ ഒരു മിഡ് റേഞ്ച് ഫോണിലായിട്ടെങ്കിലും എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഇതിൻ്റെ ക്വാളിറ്റി, അതായത് ഇതിൻ്റെ ഡിസൈനിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും ഫ്രെയിം എന്ന് പറയുന്നത് സാധാ പ്ലാസ്റ്റിക് ഫ്രെയിമാണ്. അപ്പോൾ ഒരു മെറ്റൽ ഫ്രെയിം ഒന്നും കൊടുത്തില്ല. അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ക്വാളിറ്റി, നമുക്കൊരു ബിൽറ്റ് ക്വാളിറ്റി എന്ന് പറയാമായിരുന്നു. പക്ഷെ ഇവിടെ പ്ലാസ്റ്റിക് ആണുള്ളത്. പക്ഷെ അതുകൊണ്ട് വലിയ ഇഷ്യൂ ഒന്നും എനിക്ക് തോന്നിയില്ല. വളരെ ക്വാളിറ്റി ഉള്ള ഒരു ബിൽഡ് തന്നെയാണ്. നല്ല സ്ട്രോങ് ആയ സ്റ്റഡി ആയ ബിൽഡാണ്. പിന്നെ ഇത് പൊട്ടിച്ച് കളയുന്ന വീഡിയോസ് വളരെ ക്വാളിറ്റി കുറവാണ്, പൊടിഞ്ഞു പോകുന്നത് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്ത് കണ്ടു. അത് വലിയ കാര്യമൊന്നുമില്ലെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു ഫോൺ നമ്മൾ പൊടിക്കാനോ തല്ലി പൊട്ടിക്കാനോ അല്ലല്ലോ യൂസ് ചെയ്യുന്നത്. നോർമൽ യൂസിൽ എൻ്റെ കയ്യിൽ വളരെ നല്ലൊരു ഇൻഹാൻഡ് ഫീലും നല്ല സ്റ്റഡി ആയ ഒരു ബിൽറ്റ് ക്വാളിറ്റിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രെയിം പ്ലാസ്റ്റിക് ആണെങ്കിൽ കൂടി സ്ട്രോങ് ആയ സ്റ്റഡി ആയ ബിൽറ്റാണ്. എങ്കിൽ പോലും പ്ലാസ്റ്റിക് ഫ്രെയിം ഒരു ഇഷ്യൂ ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇതിനകത്ത് പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത്, അതൊരു ഇഷ്യൂ ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. ഇനി ഒന്ന് രണ്ട് മറ്റു കാര്യങ്ങൾ. ലോ ലൈറ്റ് വീഡിയോ ക്വാളിറ്റി വലിയ ഇഷ്യൂ ഇല്ല. ഇപ്പോൾ അപ്ഡേറ്റ് വരുമ്പോൾ അത് കുറേ കൂടി ബെറ്റർ ആവുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും ലോ ലൈറ്റ് പെർഫോമൻസ് അത്ര ഇമ്പ്രസീവ് ആയ ഒരു സെറ്റപ്പ് അല്ല ഈ ഫോണിലുള്ളത്. പ്രത്യേകിച്ചും ഈ ഒരു ഫോൺ എടുക്കുന്ന ഒരുപാട് പേരും OnePlusൻ്റെ 8ഉം 8 പ്രോയുമായിട്ട് കമ്പയർ ചെയ്താണ് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ തന്നെയും ഒരു ലോ ലൈറ്റ് ക്വാളിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാനുണ്ട്. ക്യാമറ റിവ്യൂ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇത് ഓക്കെ ആണോ അല്ലയോ എന്നുള്ള കാര്യം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ടിൻറ്റ് ഇഷ്യൂ ആണ്. ടിൻറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിന് ഡിസ്പ്ലേയുടെ ഒരു സൈഡിൽ ഒരു ചെറിയ പിങ്ക് കളർ കയറി വരുന്നത്. നോർമൽ യൂസിൽ ഒരിടത്തും നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. എവിടെയാണ് ഫീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ അതിൻ്റെ ഡെഡിക്കേറ്റഡ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, കണ്ടു നോക്കുക. അത് നിങ്ങൾക്കൊരു ഇഷ്യൂ ആവുമോ ഇല്ലയോ? കാരണം ഇത് ചിലപ്പോൾ ഇഷ്യൂ ആവാം, അതിനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ചാൻസ് ഉള്ളത് കൊണ്ട് ആ വീഡിയോ കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോസസ്സറിൻ്റെ കാര്യമാണ്. പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 765G എന്ന് പറയുന്ന 5G പ്രോസസ്സറാണ്. അപ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയ ഒരു പ്രോസസ്സർ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളത് നോർമലി നിങ്ങൾക്കും എനിക്കും തോന്നാവുന്ന ഒരു കാര്യമാണ്. ബട്ട് 5G ഫോണുകളുടെ പ്രൈസ് നോക്കിയാൽ നോർമലി ഈ ഒരു റേഞ്ചിൽ ഈ ഒരു പ്രൈസ് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു 5G ഫോൺ എന്ന നിലയിൽ ഈ ഒരു പ്രോസസ്സറും ഇതിൻ്റെ പ്രൈസും ഒക്കെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. AMOLED ഡിസ്പ്ലേ ഉണ്ട്, അതിൻ്റെ ഒപ്പം ഈ പറഞ്ഞ നല്ല ഓവറോൾ ഗുഡ് തന്നെയാണ്. എങ്കിലും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രോസസ്സർ ഒരു കുറവായിട്ട് നമുക്ക് പരിഗണിക്കാം. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറുകളുള്ള ഫോണുകൾ ധാരാളം കിട്ടാനുണ്ട്. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഈ ഒരു പ്രോസസ്സർ പോരാൻ തോന്നുന്നത്. ബട്ട് ആ ഫോണുകളൊന്നും 5G ഉണ്ടാവില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. അപ്പോൾ 25,000 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ്. പക്ഷേ എങ്കിലും 28,000 രൂപയ്ക്കാണ് അത് അവൈലബിൾ ഉള്ളൂ. അപ്പോൾ 28,000 രൂപയ്ക്കുള്ള ഒരു ഫോണിനകത്ത് 5G അടക്കം കിട്ടുന്നതുള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സറിനെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ബട്ട് നിങ്ങൾക്ക് ഈ ഒരു 5G ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തൊരു ഘടകമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പോരായ്മ തന്നെയാണ്. ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറുള്ള ഫോണുകൾ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് ഒന്ന് പരിഗണിക്കാം. കൂടുതൽ പെർഫോമൻസ് ഉള്ള ഫോണുകൾ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ബെറ്റർ ആയ ഓപ്ഷൻസ് നോക്കാം. പിന്നെ ഇതിൻ്റെ ലോവർ വേരിയൻറ്റ് പലരും, ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞ് പലരും വിമർശിക്കുകയുണ്ടായി. എങ്കിൽ പോലും അതൊരു സത്യം തന്നെയാണ്. 24,000 രൂപയ്ക്കല്ല ഈ ഫോണിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്, 28,000 രൂപയ്ക്കാണ്. 24,990 സ്റ്റാർട്ട് ചെയ്യുന്ന പറയുന്ന ആ ഒരു ഫോൺ ഇതുവരെയും വന്നിട്ടില്ല. അത് പറച്ചിൽ മാത്രമേ ഉള്ളൂ, സെപ്റ്റംബറിലേ അത് വരുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം വിട്ടുകളയാം. 28,000 രൂപയുടെ ഫോൺ എന്ന രീതിയിലാണ് ഞാൻ ഇതിൻ്റെ പ്രോസസ്സറിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു പ്രൈസിന് കുറേ കൂടി ബെറ്റർ ആയ പ്രോസസ്സറുള്ള ഫോണുകൾ ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അതുകൂടി പരിഗണിക്കുക. 28,000 രൂപയാണ് ഈ ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയുമാണ് ഈ ഫോണിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്ന ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഓവറോൾ എല്ലാ കാര്യങ്ങളും നല്ലത് തന്നെയാണ് പറയാനുള്ളത്. മെയിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ടിൻറ്റ് ഇഷ്യൂയോ ഇയർഫോൺ ജാക്കില്ല എന്നുള്ളതൊക്കെ മേജറായിട്ടുള്ള ഘടകങ്ങളായിട്ട് എടുത്തിട്ട് നെഗറ്റീവ് സൈഡിൽ ചിന്തിക്കാവുന്ന ഘടകങ്ങളാണ്. 28,000 രൂപയ്ക്ക് ഈ ഒരു ഫോൺ ഓക്കെയാണ്. എന്നെ സംബന്ധിച്ച് ഇതിൽ 5G ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് ഓക്കെയാണെന്ന് പറയാം.
5G എന്ന സംഭവം ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു സംഗതി മാറ്റി വെച്ചാൽ കുറച്ചും കൂടി നല്ല പ്രോസറുമായിട്ട് വന്ന ഒരു ഫോൺ ആയിരുന്നുവെങ്കിൽ ഒരു അടിപൊളി ഓപ്ഷൻ ആണെന്ന് ഞാൻ പറയും. ബട്ട് അതല്ലാത്തത് കൊണ്ട് ഒരു അടിപൊളി ഓപ്ഷൻ ആണെന്ന് പറയില്ല. ബട്ട് 5G ഒക്കെ ഉള്ള ഒരു ഫോൺ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും OnePlus Nord ഒരു നോർമൽ യൂസർക്ക് ഒരു നല്ല ഓപ്ഷൻ തന്നെയായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് വീഡിയോക്ക് താഴെ ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.